Hello, good morning. Hello there, welcome back to day 8 of 100 Days Vlog Challenge. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ, ഹോട്ടലിൻ്റെ ഔട്ട്സൈഡ് വ്യൂസ് ഒക്കെ കാട്ടിക്കാം, അല്ല വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പുറത്തോട്ട് പോവാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ സെറ്റപ്പും ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണിത്. ടെറസിൽ മൊത്തം ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പാണ് അത്യാവശ്യം. വേറെ കുഴപ്പമുണ്ട്, എന്താ വെച്ചാൽ മറ്റേ ലിഫ്റ്റിൻ്റെ അടുക്ക് നടക്കാനുണ്ട് 1 കിലോമീറ്റർ. നടന്ന് മൂക്കിലേക്ക് എത്തുന്നു. യെസ്, ഫൈനലി റീച്ചായി, ലിഫ്റ്റിലേക്ക് റീച്ചായി. ഓക്കെ, ഞങ്ങളുടെ റൂം വരുന്നുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ. സോ ഇപ്പോൾ ലോബിയിലേക്ക് പോകണം. ലോബിയിലാണ് മൊത്തമുള്ളത്. ജിമ്മ്, സ്പാ, പൂൾ, ഫുഡ് കോർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോബിയിലാണ്. ഞാൻ ലിഫ്റ്റ് കഴിഞ്ഞ് ലിഫ്റ്റിൽ നിന്ന് ഞാൻ നേരെ ലോബിയിലോട്ട് ഇറങ്ങി. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫസ്റ്റ് നമുക്ക് ജിം സെക്ഷന്, പിന്നെ ജിമ്മ്, പൂള്, ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആരും ഒരാളെ ഫോട്ടോ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഉണ്ട്. യെസ്, ഗുഡ് മോർണിംഗ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ ക്യാൻഡിൽ ഡിന്നർ ഉണ്ടായിരുന്നത് ആ പ്ലേസിലാണ്. ആൻഡ് റെസിഡൻറ്റ് ഗസ്റ്റിന് മാത്രം പോകാനുള്ള ഏരിയ. ഇവിടുന്ന് സൗണ്ടെല്ലാം ഉണ്ടല്ലോ, ആ പക്ഷീൻ്റെ സൗണ്ട് കാര്യങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ഇവിടെ മൊത്തം ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ളതാണ് ഇവർ. കാണുന്നുണ്ടല്ലോ അവിടെ വർക്കേഴ്സ്. റെയിൻ ട്രീ, 125 പഴക്കമുള്ള റെയിൻ ട്രീ. ഇത് വലുപ്പം നോക്കിയേ. ഈ പക്ഷിൻ്റെ സൗണ്ട് കേൾക്കാതെ നാളെ എത്രയായി. And here is pool. ഒരു പൂളുണ്ട് ഇവിടെ. സ്റ്റീം ചെയ്യണം. ജിമ്മിൽ പോകാൻ സമയം ഉണ്ടാവില്ല, സ്റ്റീമിങ് ചെയ്യണം. എന്തിലും വന്നല്ലോ, ഒന്ന് മൊത്തം കറങ്ങി വരാം. ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. എപ്പോഴും ഈ ടൗണിലേ നിന്നിട്ട്, സിറ്റിയിലേ നിന്നിട്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴുള്ള ഒരു ഫീൽ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഒന്ന് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ നമുക്കറിയില്ല. പക്ഷെ ഒരു look at all this.
ഓക്കെ, നമുക്കിനി ജിമ്മും സ്പാ ആൻഡ് സ്റ്റീം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് കാണാം. വിൻ്റർ ബോൺ, ഏത് ഈ ചെടി ആ ചെടിയാണെന്ന് അറിയില്ല, ഏതോ ഒന്ന് വിൻ്റർ ബോണാണ്. ഇനി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ മറ്റേ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം സമയത്തിൻ്റെ അഭാവത മൂലം അതാ വണ്ടി വന്നു. ഇനിയിപ്പോൾ ഒരാളെ കാണാൻ പോകാണ്ട്, അയാളെ കണ്ട് നേരെ നാട്ടിലേക്ക് തിരിക്കണം. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടിയിൽ വെച്ചു. ഇനിയിപ്പോൾ നേരെ ഇറങ്ങും. ഇനി നേരെ ഒരാളെ കാണാനുണ്ട്, അയാളെ കണ്ട് ഞങ്ങൾ നേരെ തിരിക്കും നാട്ടിലേക്ക്. എല്ലാവർക്കും ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇനി ആരൊന്നും കൊണ്ടിട്ട് എല്ലാം അല്ല ബാഗ് വെച്ച് ഞാൻ ഓപ്പൺ ആക്കും. ക്യാമറ ഓടിക്കണം. ഇതല്ല അല്ലല്ല വേണോ എനിക്കാണോ? അതിന്റെ മെയിൻ സാധനം വരുന്നുണ്ട്. 2, 3, 4 ആളെ ഫോക്കസ് ആയിക്കോളൂ. കൊടുക്കുന്ന ആൾക്ക് 3 ആളുള്ളൂ. ആദ്യത്തെ ഒന്ന് നിറയാന ഇതെനിക്കിരിക്കട്ടെ. എന്തേ എടുത്ത് ഓടുന്നത് ഇന്ന് നിക്ക് ഇനിയൊന്നും തന്നില്ലെന്ന് പറയാൻ പറ്റില്ല നിന്നോടും. സാധനം എന്താ അറിയോ? എന്ത് ഒരെണ്ണം ഷാമ്പു, ഒരെണ്ണം ലോഷന്. ബോഡി ലോഷൻ അത് കഴിഞ്ഞു. അത് ചെരുപ്പ് കഴിഞ്ഞ്. ഇന്നാ ഇത് നല്ല ബാഗ്. 3 പേരും കൂടി ഇങ്ങോട്ട് വന്നോ. 3 പേരും ഒന്നിച്ചേക്ക്. ഒന്നിച്ച് പിടിച്ചേ. റയാനെ കാണുന്നില്ല, ഒന്നുകൂടി. ഇതിലൊരെണ്ണം ഷിപ്പിന് കൊടുക്കണം. കൊടുക്കൂലേ? ഇതിലൊരു മനുഷ്യനാ. അല്ലെങ്കിൽ എന്നെ എത്ര നേരമാണ് കാപ്പിച്ച്. ഞാനുണ്ടല്ലോ അവിടെ എത്തിട്ട് 1 മണിക്കൂർ ഞാൻ അവിടെ എത്തിട്ട് വെയിറ്റ് ആക്കിയ. ഈ ചങ്ങായി ഇത് ക്രീമല്ല, ഓലി എടുത്ത് മുട്ടക്കൊക്കെ തേച്ച്. ബോഡി ലോഷൻ എന്താ അറിയോ? ബോഡി ലോഷൻ എന്താ അറിയോ? എന്താ മുഖത്തേക്ക് തേക്കുന്ന ക്രീമല്ല. ഇത് നീ എന്തിനാ മൂട്ടേക്ക് വെച്ച്? ആണല്ലേ? സാധനം കിട്ടിയപ്പോ നാല് ബോഡി ലോഷനാ. അത് സാധനം എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ബേജാറാക്കാൻ കായല്ല എന്ത് തന്നിട്ട് അറിഞ്ഞിട്ട്. ബിബിയെ എന്നോടും ശരിയല്ലേ? ഈ സത്യാവസ്ഥ എല്ലാരും കാണണം. യൂട്യൂബർ അസീമിന്റെ എവിടെ എവിടെ പാന്റ് കിട്ടുന്നുണ്ട്. എവിടെ നിങ്ങൾക്ക് കാണേണ്ടതാണ്. തട്ടിപ്പാണ്. AJP ആണ് അസീബ്. AJP വെച്ചാല് AJP വാലിഡാണ്. അസീബ് വെറും തട്ടിപ്പാണ്, ഫേക്കാണ്. തന്നതും പോരാ, കുറ്റം പറയുന്നുണ്ട്.
ഞാൻ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് മറ്റേ വെക്കറ്റ് ആകുമ്പോൾ അവിടുന്ന് ഒരു ഷാമ്പു ഉണ്ട്. ആ ഷാമ്പു ഞാൻ എടുത്തുകൊണ്ട് വന്നു. എന്നുവെച്ചാൽ അത് ആയുർവേദിക് എസൻസ് ഒക്കെ മിക്സ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷാമ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരെണ്ണം കൂടി ചോദിച്ച് വാങ്ങിച്ച്. അപ്പോൾ ഞാൻ ഇവിടെ ഇവർക്കൊക്കെ 1-2 കൊടുത്ത്, പിന്നെ 2 എൻ്റെ പോക്കറ്റിലുണ്ട്. അത് വേറെ വിഷയം. ഒരു ഇപ്പോൾ അതുപോലെ തന്നെ ഒരു 6 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. ഈ വിധത്തിൽ എവിടെ നിർത്തിച്ചിട്ടില്ല. അപ്പോൾ സ്ട്രൈറ്റ് വന്ന് എന്നിട്ട് ഒരു ഇപ്പോൾ എത്ര ഒരു 10 മണി രാത്രി 10 മണിയാകുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. സോ വീഡിയോയിൽ അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ട്രാവലിന്റെ ഇടയിലുള്ള വീഡിയോ അതൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറ്റേ ഇവിടെ ഉള്ളതാണ്, എൻ്റെ ഓഫീസുകാർ ഒന്നിച്ചാണ്, അപ്പോൾ ഒന്നും പറ്റൂല. ഓക്കെ, എനിവേ അടുത്തുള്ള പരിപാടി അടുത്ത് ഞാൻ വേറെ എന്തൊക്കെ പ്ലാനിങ് ഉണ്ട് അതൊക്കെ ഞാൻ ഇതിലും ബെറ്ററായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. ഇതിലും ബെറ്ററായിട്ട് ഞാൻ ചെയ്യും. ആ കാര്യത്തിൽ ഞാൻ ഷുവറാണ്. അപ്പോൾ എനിവേ ഗൈസ്